ആറാം ദിവസം രാവിലെ 11 മണി. പണ്ടെന്റെ നാട്ടിലെ മുത്തവർ ചൊല്ലിയ നെല്ലിക്ക പോലുള്ള പാട്ടൊന്ന് പാടിത്തരാം. ചാലക്കുടിക്കാരൻ ചങ്ങാതി, ചാലക്കുടിക്കാരൻ ചങ്ങാതി, ചാലക്കുടിക്കാരൻ ചങ്ങാതി, ചാലക്കുടിക്കാരൻ ചങ്ങാതി. ഉച്ചയ്ക്ക് 12 മണി. എന്നാലും ബെന്റനൊക്കെ പോകേണ്ട സമയമായോ? എത്ര വേഗം? അത് ആദ്യ ആഴ്ച ഇതിനകം പോയി. ഞാൻ അങ്ങനെ ഷോക്കായി പോയി. മോട്ടു ചേട്ടാ, ഇതൊരു ഗെയിം അല്ലേ? ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കാനാണെങ്കിൽ അവനൊക്കെ വീട്ടിലിരുന്നാ പോരെ. ഞാൻ ബെന്റനെ ഫസ്റ്റ് ഡേ തൊട്ട് നോക്കുകയാണ്. അവൻ ആകെ നിശബ്ദമാണ്, ആരോട് സംസാരിക്കുന്നില്ല, ആക്റ്റീവ് ഇല്ല. നോബിത്ത്, എനിക്ക് നിന്നോട് ഇതേ പറയാനുള്ളൂ. നീ സൈലന്റ് ആയിട്ട് ഒരു ഭാഗത്തിരിക്കുകയാണ്. ഇങ്ങനെ സൈലന്റ് ആയിട്ടിരുന്നാൽ പുറത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് നീ ആരാണെന്ന് അറിയില്ല. നീ കുറച്ചുകൂടി ബോൾഡ് ആവണം, ആക്റ്റീവ് ആവണം. ഒന്ന് നീ ഇതാവ്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ ഇവിടെ എന്താണ് പറയണത്? നിങ്ങൾ തന്നെ പറ. എനിക്കിവിടെ സംസാരിക്കാൻ ആരുണ്ട്? അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ, റെസ്പോണ്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടോ ഈ വീടിന്റെ ഉള്ളിൽ? പിന്നെ ഞാൻ എങ്ങനെ സൈലന്റ് ആവാതെ പോകും? അതുപോലെ എനിക്ക് വല്ല കണ്ടന്റും സംസാരിക്കാൻ കിട്ടുക, ഞാൻ സംസാരിക്കുക. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സൈലന്റ് ഇരിക്കും. അല്ല, എന്നെ കുറ്റം വേണ്ട കാര്യമില്ല. എടാ കൊച്ചനെ, ഇതന്നെ കണ്ടോ? ഇപ്പൊ കേവലം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച എന്നെ നീ ട്രിഗറായി, നിനക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഈ ഷോയില്. അപ്പൊ നീ ഇതൊക്കെ മനസ്സിലാക്കി വേണം കളിക്കാൻ. അല്ല, നീ ദേഷ്യപ്പെടാൻ വേണ്ടിയല്ല ഞങ്ങൾ പറയണേ. അത് മോട്ട് പറഞ്ഞാൽ ശരി, അത് ഞാൻ യോജിക്കുന്നു.